നമസ്കാരം. ഓൺലൈനായുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ 7ാമത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ SEO എന്നതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് തുടക്കം മുതലുള്ള വീഡിയോസ് ആ ക്രമത്തിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഓരോ വീഡിയോയ്ക്ക് ഞാനൊരു ക്ലാസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ക്ലാസ് 1, ക്ലാസ് 2 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ക്രമത്തിൽ തന്നെ കണ്ടുവരികയാണെങ്കിൽ പല കൺഫ്യൂഷൻസും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് SEO എന്നുള്ളത്. ഒരുപക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഏറ്റവും വലിപ്പമേറിയ ഒരു മൊഡ്യൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം SEO. കുറച്ച് ടെക്നിക്കലും കലർന്നു വരുന്ന ഒരു ടോപ്പിക്കാണ് SEO എന്ന് പറയുന്നത്. SEO ഇല്ലാതെ ആക്ച്വലി നമുക്ക് മറ്റ് മാർക്കറ്റിങ്ങുകൾ കൂടി പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ പരസ്യം കാണിക്കുമ്പോഴാകട്ടെ, ഫേസ്ബുക്കിൽ പരസ്യം കാണിക്കുമ്പോഴാകട്ടെ, അവിടെ എല്ലാം നമ്മൾക്ക് ഈ SEO കയറി വരുന്നുണ്ട്. ഈവൻ യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും SEO കയറി വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് മുമ്പോട്ട് പോകുന്തോറും പല വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്താണെന്നും മറ്റും ഒക്കെ നിങ്ങൾക്ക് പലരും അറിയാൻ പറ്റും. എന്നാലും ഞാൻ പറയുകയാണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, SEO എന്ന് പറയുന്നത് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഗൂഗിൾ അടങ്ങുന്ന സെർച്ച് എഞ്ചിൻസിൽ നമ്മൾ സെർച്ച് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ സെർച്ച് ചെയ്യുമ്പോഴെല്ലാം തന്നെ നമ്മൾ മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. മിക്കവാറും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന കുറച്ച് റിസൾട്ടുകൾ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. ചിലപ്പോൾ ഫസ്റ്റ് റിസൾട്ട്, സെക്കൻഡ് റിസൾട്ട്, അല്ലെങ്കിൽ തേർഡ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പോട്ടെ ഒരു ഫസ്റ്റ് പേജിൽ കാണിക്കുന്നത്. ഇനി അങ്ങേയറ്റം പോയാൽ രണ്ടാമത്തെ പേജിലും കൂടി നമ്മൾ പോയി നോക്കും. നമ്മൾ 5ാമത്തെയോ 10ാമത്തെയോ 20ാമത്തെ പേജിലേക്കൊക്കെ പോകുന്നതൊക്കെ വളരെ റെയർ ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ആദ്യത്തെ കുറച്ച് പൊസിഷനിൽ ഉണ്ടായേ പറ്റൂ. ആ ഗൂഗിളിൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു കീവേഡിന് നമ്മളുടെ സൈറ്റ് ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ സൈറ്റ് ആ കീവേഡിനനുസരിച്ച്, കീവേഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ഒരു വാക്ക് തന്നെയാണ്. ആൾക്കാർ ഗൂഗിളിലും മറ്റും സെർച്ച് എഞ്ചിൻസിലെല്ലാം തിരയുന്ന ആ വാക്കിനാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കീവേഡ് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ആ കീവേഡിനനുസരിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വെബ്സൈറ്റിനകത്തും വെബ്സൈറ്റിന് വെളിയിലും എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കീവേഡിനനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഇത്തരം പരിപാടികളെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഒരു കീവേഡിനനുസരിച്ച് മാത്രമല്ല കേട്ടോ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ പല കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി അല്ല റാങ്കിങ് എല്ലാം കൂട്ടുന്നതിന്, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സെർച്ച് എഞ്ചിൻസിനും കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ഷൻസിനെയും നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് മാത്രമല്ല, യൂട്യൂബിലുള്ള സെർച്ച് ആവട്ടെ, വീഡിയോ സെർച്ച് ആവട്ടെ, എല്ലാത്തിനും, വെബ്സൈറ്റുകൾക്ക് മാത്രമല്ല എല്ലാ കണ്ടന്റിനും എല്ലാത്തിനും ഈ ഒപ്റ്റിമൈസേഷൻ നമ്മൾ ആവശ്യമാണ്. അതെല്ലാം ചേർത്ത് പറയുന്നതാണ് SEO. ഇനി എൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാനല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുക എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. കാരണം അങ്ങനെ ചെയ്യുന്നതാണ് കറക്റ്റായിട്ട് ഉള്ള ഒരു SEO എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് SEO എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ SEOയിൽ പല ടൈപ്പ് SEOകളുണ്ട്. ഇതെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഇതൊക്കെ ഒരു വാക്കുകൾ മാത്രമാണ്. ഗോയിങ് ഫോർവേഡ് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പല ഘട്ടങ്ങളിൽ വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇത്തരം വാക്കുകളൊന്നും മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം പല ഘട്ടങ്ങളിലും പല സമയങ്ങളിൽ വെച്ച് നമ്മൾ ഇതെല്ലാം കേൾക്കും. SEO, ഈ SEO, പ്രോഗ്രാമാറ്റിക് SEO, ലോക്കൽ SEO, ഓൺസൈറ്റ് SEO, ഓൺ പേജ് SEO, കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ, അങ്ങനെ പല പല വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ടൈപ്പ് SEOകളാണ് ഉള്ളതെന്ന് നോക്കാം. ഇപ്പോൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്രധാനമായും നമുക്ക് SEOനെ രണ്ടായി തിരിക്കാം. ഓൺസൈറ്റ് SEO, ഓഫ്സൈറ്റ് SEO. ഒരു വിധത്തിൽ രണ്ടായിട്ട് തിരിക്കാം. ഈ ഓൺസൈറ്റ് SEO, ഓഫ്സൈറ്റ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ. ഓൺസൈറ്റ് SEO എന്ന് പറഞ്ഞാൽ SEOക്ക് വേണ്ടി, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടി വെബ്സൈറ്റിന്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ആ എൻ്റയർ വെബ്സൈറ്റിന്റെ ഉള്ളിൽ, ഓരോ പേജിന്റെ ഉള്ളിൽ, അതിനുള്ളിൽ എഴുതുന്ന കണ്ടന്റ്, ഇമേജ്, എല്ലാ കാര്യങ്ങളും, അതായത് വെബ്സൈറ്റിന്റെ ഉള്ളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓൺസൈറ്റ് SEO ആണ്. അതേപോലെ വെബ്സൈറ്റിന് വെളിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓഫ് സൈറ്റ് SEO ആണ്. വെബ്സൈറ്റിന് വെളിയിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിക്കേണ്ട, പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബാക്ക് ലിങ്ക് ബിൽഡിംഗ് എന്നും മറ്റു പല കാര്യങ്ങളൊക്കെ പറയും. ലോക്കൽ SEO, മറ്റുള്ള വെബ്സൈറ്റുകളിൽ പോയി ബ്ലോഗ് എഴുതുക, അതെന്തായാലും നമ്മുടെ വെബ്സൈറ്റിന് ഉള്ളിലുള്ള കാര്യങ്ങളല്ല, വെബ്സൈറ്റിന് വെളിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ നമ്മൾക്ക് SEOനെ
മെയിനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. വെബ്സൈറ്റിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓൺസൈറ്റ് SEO, വെബ്സൈറ്റിന് വെളിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓഫ്സൈറ്റ് SEO. ഒരു വിധത്തിൽ ഇങ്ങനെ SEO പറയാം. ഇനി മറ്റൊരു വിധത്തിൽ നമുക്ക് SEO വേണമെങ്കിലും മൂന്നായിട്ട് തരംതിരിക്കാം. വൈറ്റ് ഹാറ്റ് SEO, ഗ്രേ ഹാറ്റ് SEO, ബ്ലാക്ക് ഹാറ്റ് SEO. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ SEOന്റെ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും. വേറെ ഒന്നുമല്ല, വൈറ്റ് ഹാറ്റ് SEO എന്ന് പറഞ്ഞാൽ ഈ SEO ചെയ്യാനായിട്ട് പല പല ടെക്നിക്കുകളുണ്ട്. ഗൂഗിൾ പറയുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യാത്തതുമായ പല മെത്തേഡ്സുകളുണ്ട്. ഇതിൽ വൈറ്റ് ഹാറ്റ് SEO എന്ന് പറഞ്ഞാൽ എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു എന്താ പറയുക, മോശമായ ഒരു പ്രവണതകളും ചെയ്യാതെ എല്ലാം കറക്റ്റായിട്ട് 100% സത്യസന്ധതയോടുകൂടി ചെയ്യുന്ന SEOനാണ് വൈറ്റ് ഹാറ്റ് SEO എന്ന് പറയുന്നത്. ഞാൻ ബ്ലാക്ക് ഹാറ്റിലേക്ക് പോവാം, എന്നിട്ട് ഗ്രേ ഹാറ്റ് പറയാം. ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഗൂഗിൾ അടക്കമുള്ള സെർച്ച് എഞ്ചിൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെയും മറ്റും ചെയ്തുകൊണ്ട്, ഇല്ലീഗൽ എന്നൊന്നും പറയാൻ പറ്റില്ല, വളഞ്ഞ വഴിയിലൂടെയും മറ്റും ചെയ്തുകൊണ്ട്, അത് കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് ഒരു പെനാൽറ്റി എല്ലാം കിട്ടും. പക്ഷെ എന്നാലും നമ്മളത് അറിയാത്ത രീതിയിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇല്ലീഗലായിട്ടോ മറ്റേ രീതിയിൽ വളഞ്ഞ വഴിയിലൂടെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ SEO പരമായിട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നു. ഇതാണ് ബ്ലാക്ക് ഹാറ്റ് SEO. ചെയ്യാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ തന്നെ പോയിട്ട് നമ്മൾ റിസൾട്ട് ഒപ്പിച്ചെടുക്കുന്ന പല പരിപാടികളാണ് ഈ ബ്ലാക്ക് ഹാറ്റിൽ വരുന്നത്. ഗ്രേ ഹാറ്റ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്നതാണ്. ഒരു പക്ഷേ SEO വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗ്രേ ഹാറ്റ് SEO ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് ഇവര് 100% സത്യസന്ധരുമല്ല, എന്നാൽ ഇവർ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമില്ല. അതായത് ചില കാര്യങ്ങൾ പാടില്ല എന്നാൽ പോലും അത് അത്രക്കും ഈ എന്താ പറയാ, ഇല്ലീഗൽ അല്ലാതെ വലിയ തെറ്റില്ലാതെ ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഗ്രേ ഹാറ്റ് SEO. ഇപ്പോൾ നമ്മൾ ചില ലൈഫിലൊക്കെ പറയാറില്ല, അത്രക്കും നിരുപദ്രവമായിട്ടുള്ള ഒരു നുണ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പോലത്തെ ചില കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പ് അല്ല, എന്നാലും നമ്മളത് പറയുകയാണ് നമ്മുടെ വെബ്സൈറ്റ് ടോപ്പ് ആണെന്ന് പറഞ്ഞാൽ അത്രക്കും വലിയ തെറ്റുമില്ല, എന്നാൽ അത് അത്ര ശരിയുമല്ല എന്നൊക്കെ പറയുന്ന പോലത്തെയാണ് ഈ ഗ്രേ ഹാറ്റ് SEO. ഇത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കാം. ഇതൊക്കെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ആവും. എന്തായാലും ഈ വാക്കുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വൈറ്റ് ഹാറ്റ് SEO 100% സത്യസന്ധമായത്, ബ്ലാക്ക് ഹാറ്റ് SEO നല്ല രീതിയിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം പിന്നീട് കണ്ടുപിടിച്ചാൽ പണിഷ്മെന്റ് കിട്ടുന്നത്, ഗ്രേ ഹാറ്റ് SEO ഇതിന് രണ്ടിന്റെ ഇടയിൽ അത്രക്കും പണിഷബിൾ അല്ലാത്ത രീതിയിൽ എന്നാൽ ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചും 100% സത്യസന്ധത ആണെന്ന് പറയാനും പറ്റാത്ത രീതിയിലാണ് ഗ്രേ ഹാറ്റ് SEO. പിന്നെ അതല്ലാതെ ഉള്ള ഒരു SEO ഞാൻ TSEO, LSEO, PSEO എന്ന് മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട്. ഇത് പല ഘട്ടങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ ആയിട്ടുള്ള വാക്കുകളാണ്. ഇതൊരു ടൈപ്സ് ഓഫ് SEO എന്നൊന്നും പറയാനൊന്നും പറ്റില്ല, എന്നാലും നമ്മൾ കേൾക്കാൻ ഇടയുള്ള കുറച്ച് വാക്കുകളാണ്. TSEO എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ SEO. ടെക്നിക്കൽ പരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, പിന്നീട് പഠിക്കാം നമുക്ക്. നിങ്ങൾ ജസ്റ്റ് ആ വാക്ക് മാത്രം ഒന്ന് കേട്ടെടുക്കുക. TSEO ടെക്നിക്കൽ SEO, LSEO എന്ന് പറഞ്ഞാൽ ലോക്കൽ SEO, PSEO എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമാറ്റിക് SEO. അപ്പൊ ടെക്നിക്കൽ SEO, ലോക്കൽ SEO, പ്രോഗ്രാമാറ്റിക് SEO, ഇങ്ങനെയും കുറച്ച് ടൈപ്പ് SEOs ഉണ്ട്. അതെല്ലാം എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ വരുന്ന വീഡിയോകളിലെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SEO വേളയിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് അൽഗോരിതം എന്നുള്ളത്. ഗൂഗിളിന്റെ അൽഗോരിതം അപ്ഡേറ്റ്സ് പലതും കേൾക്കാറുണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടർ ഫീൽഡിൽ ഉള്ളവർക്ക് ഓൾറെഡി ഈ അൽഗോരിതം എന്ന വാക്ക് അവർക്ക് പരിചിതമായിരിക്കും. അതല്ലാത്തവർക്ക് വേണ്ടി എന്താണ് ഈ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ അവർ റിസൾട്ട് ടോപ്പിൽ വരുത്തുന്നുണ്ടല്ലോ, കാണിക്കുന്നുണ്ടല്ലോ, ഏതൊക്കെയോ വെബ്സൈറ്റുകൾ 1, 2, 3, 4 എന്ന നിലയിൽ അവർ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ അവർ കാണിക്കുന്നത്? അവരുടെ ഏതോ ഒരു പ്രോഗ്രാം വഴിയായിട്ടല്ലേ അവർ കാണിക്കുന്നത്. അവർക്കും ഉണ്ട് എന്തൊക്കെയോ ക്രൈറ്റീരിയാസ്. ഇന്ന കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ആ വെബ്സൈറ്റിനെ ഒന്നാമത് കാണിക്കാൻ, ഇന്ന കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ആ സൈറ്റിനെ കാണിക്കാതിരിക്കാൻ. അങ്ങനെ എന്തൊക്കെയോ ക്രൈറ്റീരിയാസ് അവർക്കും ഉണ്ട്. ഇങ്ങനത്തെ ഈ ക്രൈറ്റീരിയകളെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് അവരെന്തെല്ലാമോ കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അവരൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. അവരുടെ ഒരു സോഫ്റ്റ്വെയറിനോ പ്രോഗ്രാമിനോ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് ഉണ്ടാക്കുന്നത്. അത് റൺ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് റൺ ചെയ്യുന്നതിന്റെ ബേസിലാണ് ആ റിസൾട്ടുകൾ ഇങ്ങനെ ക്രമത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് അവരുടെ അൽഗോരിതം എന്ന് പറയുന്നത്. അവരെന്തെല്ലാം കാര്യങ്ങളാണ് അവർ കൺസിഡർ ചെയ്യുന്നത് ഒരു സൈറ്റിനെ റാങ്കിങ്ങിലേക്ക് ടോപ്പിലേക്ക് വരുത്താൻ. ചില സൈറ്റുകൾ അവർ പണിഷ് ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സൈറ്റുകളെ പണിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയാണ്, അതിനൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഈ പ്രൊസീജിയേഴ്സിനാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഏതൊരു പ്രോഗ്രാമിന്റെയും ബാക്കിൽ ഒരു അൽഗോരിതം ഉണ്ടാവും. ആ അൽഗോരിതം വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഇപ്പൊ വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതിനോട് ഒരു അൽഗോരിതമാറ്റിക് അപ്രോച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നതിന്റെ അൽഗോരിതം എന്താ? നമ്മുടെ ആദ്യം കിച്ചണിൽ പോകുന്നു, സ്റ്റെപ്പ് 1.
രണ്ടാമത്തെ സ്റ്റെപ്പ് 2 നമ്മൾ പ്ലേറ്റ് എടുക്കുന്നു, സ്റ്റെപ്പ് 2 ആ പ്ലേറ്റ് കഴുകുന്നു, സ്റ്റെപ്പ് 3 ആ പ്ലേറ്റ് കഴുകിയ പ്ലേറ്റിലേക്ക് നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണം വിളമ്പുന്നു, സ്റ്റെപ്പ് 4 നമ്മൾ സ്റ്റെപ്പ് 5 അത് നമ്മൾ എവിടെയാണ് കഴിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നടക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെ നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ചെയർ നമ്മൾ വലിച്ചിടുന്നു, അടുത്ത സ്റ്റെപ്പ്. അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഈ നമ്മളിത് ആ ടേബിളിൽ വെക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഗെയിൻ ടാപ്പുള്ള സ്ഥലത്തേക്ക് നമ്മൾ നടക്കുന്നു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ കൈ കഴുകുന്നു. എഗെയിൻ നമ്മൾ ഈ സ്ഥലത്തേക്ക് വരുന്നു, നമ്മൾ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ എഴുന്നേൽക്കുന്നു. ഈ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും, പക്ഷേ നമുക്കൊരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രോഗ്രാമിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണ്ടേ? ഇതാണ് അൽഗോരിതം. നമ്മൾ ഒരു കോഡ് എഴുതുമ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളുണ്ടാവും. അവിടെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അവിടെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അതിന് അടുത്തതായിട്ട് ഇങ്ങനെ, ഇന്നത് നോക്കുക, എന്നിട്ട് ഇങ്ങോട്ട് പോവുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അൽഗോരിതം ഉണ്ടാക്കിയിട്ട് ആ അൽഗോരിതത്തിനെയാണ് സോഫ്റ്റ്വെയറിലും പ്രോഗ്രാമും ആക്കി മാറ്റുന്നത്. അപ്പൊ ഗൂഗിളിനും അവരുടേതായിട്ട് അൽഗോരിതം ഉണ്ട്. ഒരു അൽഗോരിതം അല്ല, നൂറുകണക്കിന് അൽഗോരിതംസ് ഉണ്ട്. ഈ അൽഗോരിതങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഗൂഗിളിൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് കാണിക്കുന്നത്. 1, 2, 3, 4 എന്നെല്ലാം ക്രമത്തിൽ കാണിക്കുന്നത്. അപ്പോൾ SEO ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാര് ഗൂഗിളിന്റെ അൽഗോരിതത്തിനെ 100% ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം പലതും രഹസ്യമാണ്. അത് അവരുടേതായിട്ടുള്ള പേറ്റന്റ് ഉള്ളതും രഹസ്യകരമായിട്ടുള്ള സ്വഭാവമുള്ളതും ഒക്കെയാണ് അവരുടെ അൽഗോരിതങ്ങൾ പലതും. എന്നാലും ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന രീതിയിലെല്ലാം തന്നെ നമ്മൾ ഗൂഗിളിന്റെ അൽഗോരിതത്തിനെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു SEO പ്രൊഫഷണൽ എന്ന നിലയിൽ നമുക്ക് നല്ല റിസൾട്ടുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുക. ഈ റാങ്കിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ അൽഗോരിതങ്ങളിലെല്ലാം തന്നെ എന്തെല്ലാമോ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ വെബ്സൈറ്റിന് അതുണ്ടോ, ഉണ്ടെങ്കിൽ നല്ലത്. നമ്മുടെ വെബ്സൈറ്റിൽ ഇതുണ്ടോ, ഉണ്ടെങ്കിൽ മോശം. അതുണ്ടെങ്കിൽ അതുള്ളവന് കൂടുതൽ മാർക്ക്, ഇതില്ലാത്തവന് കുറവ് മാർക്ക്. ഇങ്ങനെയൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ നേരത്തെ പറയുന്ന അൽഗോരിതം ആ പ്രോഗ്രാം എല്ലാം റൺ ചെയ്തിട്ട് സൈറ്റുകളെ ആ ക്രമത്തിൽ കാണിക്കുന്നത്. അപ്പൊ ഇത്തരം കൺസിഡർ ചെയ്യുന്ന ഇത്തരം ഫാക്ടേഴ്സിനെയൊക്കെയാണ് റാങ്കിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റാങ്കിങ് ഫാക്ടർ നമ്മൾ പഠിച്ചു, മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SSL സർട്ടിഫിക്കറ്റ്, HTTPS വെർഷൻ. അത് കാണാത്തവർ ദയവേത് ആ വീഡിയോ പോയി കാണുക. SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ സംഭവം അതൊരു റാങ്കിങ് ഫാക്ടറായിട്ട് ഗൂഗിൾ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് വളരെ മുമ്പേ തന്നെ. SSL സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വെബ്സൈറ്റുകൾക്ക് ഒരു എത്രയോ മൈനസ് മാർക്ക് അങ്ങനെ നമുക്ക് വിചാരിക്കാം. അത് കുറച്ച് പിറകോട്ട് പോകും. SSL സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ മുമ്പോട്ട് വരും. അപ്പോൾ SSL സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മുടെ സൈറ്റ് ടോപ്പിൽ വരുമോ? അങ്ങനെയല്ല. SSL സർട്ടിഫിക്കറ്റ് ഉള്ളതിന് എത്രയോ പ്ലസ് മാർക്ക്, ഇല്ലാത്തതിന് എത്രയോ മൈനസ് മാർക്ക്, അങ്ങനെ ചിന്തിക്കാം. ഇതേപോലത്തെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ചില ആൾക്കാർ പറയുന്നു 200-ലധികം ഫാക്ടേഴ്സ് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന്. ചില ആളുകൾ പറയുന്നു 500-ലധികമാണെന്ന്. വേറെ ചിലർ പറയുന്നു 1000-ഓളമാണെന്ന്. പല ആൾക്കാർ, കാരണം ഇത് ഗൂഗിളിന് മാത്രം അറിയാവുന്ന കാര്യമാണ്, അത് പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, 200-ലധികം ഫാക്ടേഴ്സ് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ റാങ്കിങ് ഫാക്ടേഴ്സ് ആയിട്ട് 200-ലധികം കാര്യങ്ങൾ ഗൂഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാമാണ് ആ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മളുടെ വെബ്സൈറ്റോ എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഓരോ ഫാക്ടറുകളും ഓരോന്നും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മതിയാകും. പിന്നെ ഗൂഗിൾ കോർ അപ്ഡേറ്റ്സ്, അതേപോലെ തന്നെ നമ്മൾ SEOയിൽ ഇടക്കിടക്ക് കേൾക്കാൻ പോകുന്നത് ഗൂഗിളിന്റെ അൽഗോരിതം അപ്ഡേറ്റ് ആയി, പുതിയ കോർ അപ്ഡേറ്റ് വരുന്നു. ഈ കഴിഞ്ഞ കോർ അപ്ഡേറ്റിൽ എന്റെ സൈറ്റ് താഴേക്ക് പോയി, എന്റെ സൈറ്റ് മേലോട്ട് കയറി, ഇങ്ങനെ പലതും നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു അൽഗോരിതത്തിന്റെ കേസ് പറഞ്ഞു. ഗൂഗിളിന് അൽഗോരിതങ്ങളുണ്ട്. ഈ അൽഗോരിതം ഗൂഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ് അവരുടെ ഉദ്ദേശം? അവരൊരു സെർച്ച് എഞ്ചിനാണ്. സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നല്ല റിസൾട്ട് കാണിക്കുക എന്നുള്ളതാണ് ഗൂഗിളിന്റെ ഉദ്ദേശം. ഉറപ്പാണല്ലോ. നമ്മൾ സെർച്ച് ചെയ്യുന്നത് തന്നെ കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആളുകളിൽ SEO ചെയ്യുന്ന ആളുകളും ഉണ്ട്, നമ്മളെ പോലെ തന്നെ SEO ചെയ്യുന്നവരും ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഗൂഗിളിനെ ഈ രീതിയിലൊക്കെ പറ്റിച്ചുകൊണ്ട് അത്രക്ക് നല്ല റിസൾട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്, ഈ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഗ്രേ ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് പോലത്തെ പല മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ സൈറ്റുകൾ ടോപ്പിൽ എത്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും? ഓരോ സമയത്തും ഈ ഏരിയയിൽ നടക്കുന്ന മോശമായ പ്രാക്ടീസുകൾ ഓരോന്നേയും മനസ്സിലാക്കി അതേപോലെ സെർച്ച് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു പാറ്റേണും അവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ പ്രോഗ്രാമിലും അതാത് സമയത്ത് ഇംപ്രൂവ്മെന്റ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലാതെ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാം ഉണ്ടാക്കി അവർ വെറുതെ ഐഡിയലായിട്ട് ഇരിക്കുകയല്ല. അവരും അവരുടെ പ്രോഗ്രാമിൽ ഓരോ സമയത്തും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 10 വർഷം മുമ്പത്തെ ഗൂഗിളിന്റെ ഒരു അൽഗോരിതം അല്ല ഇപ്പോൾ ഉള്ളത്.
ഇപ്പോൾ ഉള്ള അൽഗോരിതത്തിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതൽ മൊബൈലിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മൊബൈലിൽ നന്നായിട്ട് ലോഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്, ആളുകൾ വളരെ ഫാസ്റ്റ് ആണ് ഇപ്പോൾ, അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ലോഡ് ചെയ്യുന്ന വെബ്സൈറ്റ്, അങ്ങനെ ആളുകൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വളരെ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു റിസൾട്ട്, ആളുകൾ എൻഗേജ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന സൈറ്റ്, അങ്ങനെ പല കാര്യങ്ങളും ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് ഗൂഗിൾ അതാത് സമയത്ത് അവരുടെ അൽഗോരിതങ്ങളിൽ അപ്ഡേറ്റ് വരുത്തുന്നുണ്ട്. ഇതിനെയാണ് കോർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ സിസ്റ്റത്തിൽ അവരുടെ അൽഗോരിതങ്ങളിൽ വരുത്തുന്ന അപ്ഡേറ്റ്സുകളൊക്കെ കോർ അപ്ഡേറ്റ്സ് എന്ന് പറയും. അപ്പൊ നമ്മള് SEO ഫീൽഡിൽ നിൽക്കുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഈ ഗൂഗിളിന്റെ ഇതുവരെയുള്ള അൽഗോരിതത്തിന്റെ ഹിസ്റ്ററികളും അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാനൊന്ന് കാണിച്ചു തരാം എവിടെയൊക്കെയാണ് അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇഷ്ടംപോലെ വെബ്സൈറ്റുകൾ അതിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഗൂഗിളിന്റെ അൽഗോരിതത്തിന് ഗൂഗിളിന്റെ വെബ്സൈറ്റിലും അത് അവൈലബിൾ ആണ്. അപ്പൊ അതിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് ആ ഹിസ്റ്ററി കംപ്ലീറ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ റീസെന്റ് ആയിട്ടുള്ള അൽഗോരിതം അപ്ഡേറ്റ്സുകളൊക്കെ പല വെബ്സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ വരാനിരിക്കുന്ന അപ്ഡേറ്റ്സുകൾ കുറേയൊക്കെ ഗൂഗിൾ അനൗൺസ് ചെയ്യും. ഞങ്ങൾ ഈ അടുത്ത് ഇന്നൊരു ഡേറ്റിൽ ഞങ്ങൾ പുതിയൊരു അപ്ഡേഷൻ നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ റീസെന്റ് ഞങ്ങളൊരു അപ്ഡേഷൻ നടത്തി, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. അപ്പൊ ഏകദേശം നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എന്തായിരുന്നു ആ അപ്ഡേഷൻ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ SEO ഫീൽഡിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഗൂഗിളിന്റെ അൽഗോരിതത്തിന്റെ അപ്ഡേറ്റ്സുകളുടെ ഹിസ്റ്ററി ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിനോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു ഗൂഗിൾ അൽഗോരിതം അപ്ഡേറ്റ്സ്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് എന്തൊക്കെ റിസൾട്ട് കാണിക്കുന്നുണ്ട്? സെർച്ച് എഞ്ചിൻ ജേണലിൽ ഒരു ലിങ്ക് കാണിക്കുന്നുണ്ട്, സെർച്ച് എഞ്ചിൻ ലാൻഡിൽ എനിക്കൊരു ലിങ്ക് കാണിക്കുന്നുണ്ട്, അതായത് ഗൂഗിളിൽ തന്നെ എനിക്കൊരു ലിങ്ക് കാണിക്കുന്നുണ്ട്. ഇത്തരം സൈറ്റുകളെല്ലാം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഈ ലിങ്ക് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിളിന്റെ തന്നെ ലിങ്കാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 2023 അപ്ഡേറ്റ്സുകൾ, ഓരോ ഡേറ്റും അത് ആ അപ്ഡേഷൻ തീരാനായിട്ട് എത്ര ടൈമും എത്ര ഡേയ്സ് ഒക്കെ എടുത്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് എടുത്തു നോക്കി ഓരോന്നിനെയും കുറിച്ച് വായിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുക. 100% മറ്റുള്ളവർ പറയുന്നതോ മറ്റുള്ള റിസോഴ്സുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഫീൽഡ് അല്ല. കാരണം ഒരിക്കലും ഗൂഗിൾ 100% അവരുടെ പ്രോഗ്രാം എന്താണെന്ന് വെളിപ്പെടുത്താൻ പോകുന്നില്ല. അവര് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർ പറയുകയുണ്ടാവുള്ളൂ. ഈ കിട്ടുന്ന കാര്യങ്ങളെ മറ്റ് പ്രൊഫഷണൽസും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളെല്ലാം ഇന്റർപ്രറ്റ് ചെയ്ത് അവരവരുടെ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിതില് ആ വെബ്സൈറ്റ് പറയുന്നു, അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന ഈ ഞാനടക്കം ഈ ശ്യാം സാർ പറയുന്നു തുടങ്ങിയ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ 100% വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അതൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് മാത്രം കണക്കാക്കാം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കണം. ഗൂഗിളിന്റെ ഓരോ അൽഗോരിതങ്ങളും ഓരോ അപ്ഡേറ്റ്സുകളെയും എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങളുടേതായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കുന്നിടത്ത് നിന്നേ നിങ്ങൾ ശരിയായ ഒരു SEO എക്സ്പെർട്ടായി തീരുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം വെബ്സൈറ്റുകളെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 2022 അപ്ഡേറ്റ്സുകൾ, 2021 അപ്ഡേറ്റ്സുകൾ, 2020 അപ്ഡേറ്റ്സുകൾ, ഇങ്ങനെ ഓരോ അപ്ഡേറ്റുകളെ കുറിച്ചും നെറ്റിൽ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുക. ഈ മോസ് എന്ന സൈറ്റ് ഞാൻ പേഴ്സണലി ഗൂഗിളിന്റെ അൽഗോരിതത്തിന്റെ ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ്. ഇയർ വൈസും മറ്റേക്ക് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് നമുക്ക് അതിന്റെയൊക്കെ അപ്ഡേഷൻ ഹിസ്റ്ററി എല്ലാം കിട്ടുകയും ചെയ്യും. ചെറിയൊരു റിമാർക്ക് എല്ലാം ഇവിടെ ഉണ്ടാവും. റെഫറൻസിന് വേണ്ടി മറ്റ് അഡീഷണൽ ലിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തുക, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. പല സൈറ്റുകളും ഈ ഗൂഗിളിന്റെ അൽഗോരിതങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിന്റെ ഹിസ്റ്ററീസ് എല്ലാം അവൈലബിൾ ആണ്. ഒരു ദിവസം കൊണ്ടൊന്നും അത് മുഴുവൻ നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ സാധിക്കില്ല. എന്നാലും നിങ്ങളുടെ കിട്ടുന്ന ഫ്രീ ടൈമുകളിൽ പല പല അൽഗോരിതങ്ങളെ കുറിച്ചും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഈ അൽഗോരിതത്തിന്റെ ഈ ഹിസ്റ്ററികളിലെല്ലാം തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അൽഗോരിതങ്ങളെല്ലാം തന്നെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നല്ല റിസൾട്ട് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയുള്ള ചേഞ്ചസുകൾ മാത്രമാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾക്ക് നമ്മുടെ SEO നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു.